സ്വന്തം ഒപ്പീനിയൻ പറയാൻ പേടിച്ച് എല്ലാത്തിനോടും യെസ് പറയുക, മറ്റുള്ളവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റി മാറ്റുക, ഇതെല്ലാം തന്നെ നിങ്ങളുടെ വാല്യൂ നല്ല രീതിയിൽ കുറയ്ക്കും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് ദി സ്റ്റൈലിഷ് മാൻ. ഗൈസ്, നല്ല ലുക്ക് ഉണ്ടായാൽ മാത്രം പോരാ, ചില ചെറിയ ഹാബിറ്റ്സ് കാരണമാണ് നിങ്ങളുടെ അട്രാക്ഷൻ നഷ്ടമാകുന്നത്. നല്ല ഡ്രസ് ഇട്ടാലും എക്സ്പെൻസീവ് വാച്ച് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓവറോൾ ഇംപ്രഷൻ അത്ര സ്ട്രോങ് ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അട്രാക്ഷൻ നഷ്ടമാകുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. മിസ്റ്റേക്ക് നമ്പർ 1, ഓവർ ആക്ടിങ്. ഒരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓവർ ഷോ കാണിക്കുക, ഓവറായിട്ട് സംസാരിക്കുക, ഫേക്ക് ആറ്റിറ്റ്യൂഡ് ഇടുക, ഇതൊന്നും നല്ല കോൺഫിഡൻസ് അല്ല ബ്രോ. ശരിക്കും കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ എപ്പോഴും കാമായിരിക്കും. അവർക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പോയിന്റ് നമ്പർ 2, ഗ്രൂമിങ്. ഫാഷൻ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാത്രമല്ല, അതിൽ നിങ്ങളുടെ ഹെയർ, ബിയേഡ്, സ്കിൻ, സ്മെൽ, ഇതെല്ലാത്തിനും തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഗ്രൂമിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ പോയി. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ഹെയർ കട്ട്, നീറ്റ് ആയിട്ടുള്ള ബിയേഡ്, നല്ല പെർഫ്യൂം, നല്ല സ്കിൻ കെയർ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ അട്രാക്ഷനെ വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കും. പോയിന്റ് നമ്പർ 3, കോപ്പിയിങ് എവറി ട്രെൻഡ്. ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സ്റ്റൈലും എല്ലാവർക്കും പറ്റണമെന്നില്ല. എന്നാൽ സം പീപ്പിൾ ലുക്ക് സ്റ്റൈലിഷ് ബിക്കോസ് അവരുടേതായിട്ടുള്ള സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളതിനെ ഫോളോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പോയിന്റ് നമ്പർ 4, ബോഡി ലാംഗ്വേജ്. ഗൈസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നടക്കുന്ന ടൈമിൽ തല കുനിഞ്ഞ് നടക്കുന്നതിന് പകരം തല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നടക്കുന്നത്, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കാമായിട്ട് സംസാരിക്കുന്നത്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ അട്രാക്ഷൻ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്താൽ തന്നെ അവർ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യും. പോയിന്റ് നമ്പർ 5, ടു മച്ച് ഫ്ലെക്സിങ്. ഗൈസ്, കുറച്ച് കാശ് വന്നാൽ ഉടനെ തന്നെ അത് എല്ലാരെയും കാണിച്ച് നടക്കുക, അതുപോലെ ഫേക്ക് ലക്ഷറീസ് ഇട്ട് നടക്കുക, ബ്രാൻഡ് നെയിം എടുത്ത് കാണിച്ച് നടക്കുക, ഇതെല്ലാം സത്യം പറഞ്ഞാൽ ക്രിഞ്ചാണ്. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽ എപ്പോഴും ബിൽഡ് ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നു നിങ്ങളൊരു ക്ലാസ് ആണ്. പോയിന്റ് നമ്പർ 6, ഓവറായിട്ട് ഡെസ്പറേറ്റ് ആകുക. ഗൈസ്, സ്വന്തം ഒപ്പീനിയൻ പറയാൻ പേടിച്ച് എല്ലാത്തിനോടും യെസ് പറയുക, മറ്റുള്ളവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റി മാറ്റുക, ഇതെല്ലാം തന്നെ നിങ്ങളുടെ വാല്യൂ നല്ല രീതിയിൽ കുറയ്ക്കും. ഗൈസ്, സെൽഫ് റെസ്പെക്ട് ഈസ് ആൾവേസ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നിങ്ങൾക്കായിട്ടൊരു വാല്യൂ കൊടുക്കുക. യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും പറയാൻ പഠിക്കുക. പറയുന്ന കാര്യം കറക്റ്റ് പറയുക. ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തം ഒരു വാല്യൂ ഉണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫേസ് മാത്രമല്ല, സ്റ്റൈൽ, ഗ്രൂമിംഗ്, കോൺഫിഡൻസ്, ബിഹേവിയർ എല്ലാം ചേർന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. See you guys in the next video. This is Mithun signing off.